ഹലോ ഗായ്സ്, SKV ഇൻസൈറ്റ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ 2025 ടൊവിനോ തോമസ് നായകനാക്കുന്ന ആദ്യ സിനിമയുടെ ടീസർ എത്തിയിരിക്കുകയാണ്. ഐഡൻറ്റിറ്റി. ഫോറൻസിക് എന്ന സിനിമയ്ക്ക് ശേഷം അഖിൽ പോൾ അനസ് ഖാൻ സംവിധാനം ചെയ്യുന്ന ടൊവിനോ മൂവി. ഫോറൻസിക് ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്. കാര്യം കോവിഡിന് തൊട്ടും മുന്നത്തെ മാസം, ഏകദേശം ഫെബ്രുവരി ജനുവരി ആ ഒരു മന്തിലാണ് റിലീസായത്. ഫോറൻസിക് തിയേറ്ററിൽ ഓടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്ക് പെട്ടെന്നൊരു ജനതാ കർഫ്യൂ അങ്ങനെയൊക്കെ വന്ന് നമ്മൾ കോവിഡിലോട്ട് മൂവ് ചെയ്തു. എനിക്ക് തോന്നുന്നു ലാസ്റ്റ് റിലീസ് ചെയ്ത മൂവികളൊന്ന് ഫോറൻസിക് ആയിരുന്നു. അതും നമ്മുടെ അഞ്ചാം പാതിരയ്ക്കൊക്കെ ശേഷം വന്നൊരു ത്രില്ലർ മൂവിയാണ്. ആ ഒരു സിനിമയെ പറ്റി പറയുകയാണെങ്കിൽ അത്യാവശ്യം കുഴപ്പമില്ലാതെ ഒരു ആവറേജ് മൂവിയായിട്ടാണ് എനിക്ക് അന്ന് തോന്നിയിട്ടുള്ളത്. കുഴപ്പമില്ല, കണ്ടിരിക്കാം. കാരണം വെച്ചാൽ അതിന് കുറച്ച് മാസങ്ങൾക്ക് മുന്നേ തന്നെ നമ്മൾ അഞ്ചാം പാതിര ഇറങ്ങി വലിയ ഗംഭീര ഹിറ്റായി ഓടി. പിന്നെ അറിയാമല്ലോ, കോവിഡ് വന്നു, അതിനും കുറച്ചൊക്കെ അഫക്റ്റ് ചെയ്തിട്ടുണ്ട്, ഇല്ല എന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ ആ സിനിമയ്ക്ക് ശേഷം ഈ സെയിം കൂട്ടുകെട്ട് ഒന്നിക്കുന്ന അടുത്തൊരു ത്രില്ലർ മൂവി കൂടിയാണ് ഐഡൻറ്റിറ്റി. തമിഴിൽ നിന്നും തൃഷ എത്തുന്നുണ്ട്, പിന്നെ വിനയ് റായ്, ഇങ്ങനെ കുറച്ച് പ്രമുഖ ആക്ടേഴ്സ് ഒരുപാട് പേര് വരുന്നൊരു സിനിമ തന്നെയാണ്. ഒരു കിഡിലൻ ത്രില്ലർ മൂവി ആയിട്ടാണ് എത്തുന്നത്. അപ്പോൾ അതിൻ്റെ ടീസർ എത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്കൊന്ന് കണ്ടു നോക്കിയാലോ. ആദ്യം നമുക്ക് അയാളുടെ ഫേസിന്റെ ഏകദേശം ഒരു ഷേപ്പിംഗ് തുടങ്ങാം. നല്ലപോലെ ബൗൺസി. ഓ, ഫിറ്റ്നസ് എന്നൊക്കെ പറയുമ്പോൾ ഏറ്റവും വലിയ മാത്രം കണ്ടത് ടീമാണ്. വിനയ് റായ്. അവൾക്കെല്ലാം നല്ല വ്യക്തമായ ഓർമ്മയുണ്ട്. ആഴ്ചകൾക്ക് മുമ്പ് കണ്ടൊരു ഫേസ് റീക്രിയേറ്റ് ചെയ്യാന്ന് പറയുന്നത് ജേക്സ് ബിജോയ്. Christian, Tovinon Thomas, Major Role. അപ്പോൾ ടീസർ കണ്ട് അത്യാവശ്യം നല്ല സസ്പെൻസ് ത്രില്ലർ മോഡിൽ വരുന്നൊരു സിനിമയായിട്ടാണ് തോന്നിയത്. ടൊവിനോനെ കൂടാതെ തൃഷ മലയാളത്തിലേക്ക് തിരിച്ചു വരുന്നൊരു സിനിമയാണ്. ലാസ്റ്റ് ഹലോ ജൂഡിലാണ് തോന്നുന്നു ലാസ്റ്റ് അഭിനയിച്ചിട്ടുള്ളത്, നമ്മുടെ നവീൻ പോളിയുടെ കൂടെ. അതിന് ശേഷം പിന്നെ പറയാനാണെങ്കിൽ നമ്മുടെ വിനയ് റോയ് ഒരു വില്ലൻ വേഷമായിട്ടാണ് പൊതുവെ നമുക്ക് കണ്ടു കഴിഞ്ഞാൽ തന്നെ, ആളെ കണ്ടു കഴിഞ്ഞാൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അങ്ങനെ തന്നെയാണ് ഞാനും പ്രതീക്ഷിക്കുന്നത്. അതുപോലെ ഇതിൽ ഞാൻ പ്രത്യേകം നോട്ട് ചെയ്തൊരു കാര്യം എന്ന് വെച്ചാൽ ഇതിൻ്റെ എഡിറ്റർ ചമൻ ചാക്കോ, ലൈക്ക് ലാസ്റ്റ് ഇറങ്ങിയ നമ്മുടെ സൂക്ഷ്മദർശിനി ആയാലും മുറ എന്നുള്ള സിനിമ ചെയ്തിട്ടുണ്ട്, എഡിറ്റ് ചെയ്തിട്ടുണ്ട്. അതേപോലെ ഹലോ മമ്മി, ഇതൊക്കെ ചെയ്തിട്ടുള്ളതാണ്. അത്യാവശ്യം നല്ല വർക്ക് എക്സ്പീരിയൻസ് ഇതെല്ലാം ഈ ഒരു ടീച്ചർ കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യമാണ്. പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം ജെയ്ക്സ് ബിജോയ്. കാരണം ത്രില്ലർ സിനിമകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ BGM അത്യാവശ്യം നല്ല പ്രാധാന്യമുണ്ട്. കാര്യം നമ്മളെ ഹാർട്ട് ബീറ്റ് വരെ നമ്മളെ അടുപ്പിച്ച് നിർത്തിയിട്ട് നമ്മൾ സസ്പെൻസ് അങ്ങനത്തെ ആണല്ലോ ക്രൈം ത്രില്ലേഴ്സ് ആണ് നമുക്ക് അങ്ങനെയാണ്. ഒരു BGM വളരെയധികം ഇമ്പോർട്ടൻസ് ഇങ്ങനെ സിനിമകൾക്കുണ്ട്. അപ്പോൾ ജെയ്ക്സ് ബിജോയ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ആദ്യം ഓർമ്മ വരും നമ്മുടെ കൽക്കിയിൽ ഇതേ ടൊവിനോ ജെയ്ക്സ് ബിജോയ് കൂട്ടുകെട്ടിൽ വന്ന കൽക്കിയിലെ BGM ഇന്റർനാഷണൽ ലെവലിൽ ശ്രദ്ധിക്കപ്പെട്ടൊരു BGM ഒക്കെ ആയിരുന്നു. അപ്പം നല്ല ഒരു BGM കാര്യങ്ങളൊക്കെ പ്രതീക്ഷിക്കുന്നുണ്ട്. പിന്നെ ഇവരെന്നും കൂടാതെ ഒരുപാട് ആക്ടേഴ്സ് ഉണ്ട്. അജു വർഗീസ് ഉണ്ട്, മേജർ രവി ഉണ്ട്, അങ്ങനെ ഒരുപാട് ആക്ടേഴ്സിനെ കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഫോറൻസിക് എന്ന സിനിമയ്ക്ക് ശേഷം എന്തായാലും ഇവർ വെറുതെ വരില്ല. എനിക്ക് ഫോറൻസിക് അത്യാവശ്യം ഇഷ്ടപ്പെട്ടൊരു സിനിമയായിരുന്നു കേട്ടോ. കാരണം അഖിൽ പോൾ, ആൻസൺ ഖാൻ, അങ്ങനെ ഞാനത് ഒട്ടും പ്രതീക്ഷയില്ലാത്ത സിനിമയായിട്ടൊന്നുമല്ല. എനിക്ക് അത്യാവശ്യം പ്രതീക്ഷയുണ്ട്. കാര്യം എനിക്ക് പേഴ്സണലി അത് വലിയ കുഴപ്പമില്ലാത്ത സിനിമയായിരുന്നു. ഫോറൻസിക് കുറച്ചൊക്കെ ഡൈജസ്റ്റ് ആയ ഒരു സിനിമ തന്നെയായിരുന്നു. പിന്നെ അറിയാലോ, കുറേ പേർക്ക് ഇഷ്ടപ്പെടാതെ വരും, അതങ്ങനെ തന്നെയാണ്, എല്ലാ സിനിമകളും അങ്ങനെ തന്നെയാണല്ലോ. അപ്പം എന്തായാലും പക്ഷേ ഈ ഒരു സിനിമയ്ക്ക് ഞാൻ ആ ഒരു പ്രതീക്ഷ കാണുന്നുണ്ട്. നല്ലൊരു ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ, നല്ലൊരു സസ്പെൻസ് ത്രില്ലറൊക്കെ ആയിട്ടാണ് ഞാൻ ഈ ഒരു ടീസർ കണ്ടിട്ട് എനിക്ക് മനസ്സിലാവുന്നത്. പിന്നെ ഇതിൽ ശ്രദ്ധിച്ച ഒന്ന് രണ്ട് ഷോട്ടുകൾ, നമ്മളെ ചില സീൻസൊക്കെ നമ്മളെ ഈ തോക്കൊക്കെ ബൗൺസ് ചെയ്ത് കയ്യിലോട്ട് വരുന്നുണ്ട്. അങ്ങനെ കുറച്ചൊരു ഹോളിവുഡ് ടച്ച് കൊടുത്തതായിട്ട് തോന്നുന്നു. കുറച്ച് എന്താ പറയുക, നമ്മളെ കുറച്ചൊന്ന് ഞെട്ടിക്കാനുള്ള കുറച്ച്
ഈ സാധനങ്ങളൊക്കെ ഇതിനകത്ത് ഉണ്ട് എന്ന് തന്നെയാണ് ഫീൽ ചെയ്യുന്നത്. ഒരു ക്രൈം ത്രില്ലർ തന്നെ ആവണം എന്ന് തോന്നുന്നു. നോക്കാം. എനിവേ ജനുവരിയിലാണ് റിലീസ് വരുന്നത്. അപ്പോൾ എന്തായാലും 2025 ടോവിനോയുടെ ഒരു ബിഗ് ഹിറ്റായിട്ട് മാറട്ടെ എന്ന് തന്നെ നമ്മൾ ആശംസിക്കുന്നു. നമുക്ക് കാണാൻ പറ്റുന്ന ഒരു ഗംഭീര സൂപ്പർ ഹിറ്റ് കടന്നൊരു ഇൻഡസ്ട്രി ഹിറ്റാവട്ടെ എന്ന് തന്നെ നമുക്ക് പറയാനുള്ളൂ. കാര്യം അദ്ദേഹത്തിൻ്റെ ലാസ്റ്റ് ഇറങ്ങിയ സിനിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ടൊവിനോയുടെ കാര്യം പറഞ്ഞാൽ ആമിൽ തന്നെ നമുക്കറിയാം അത്യാവശ്യം നല്ല 100 crore കളക്ഷനൊക്കെ നേടിപ്പോയി വലിയ ഹിറ്റ് അടിച്ച് പോയതാണ്. അപ്പോൾ എന്തായാലും ബാക്ക് ടു ബാക്ക് ഹിറ്റ് അടിക്കട്ടെ എന്നുള്ളത് തന്നെയാണ് കാര്യം. നല്ല രീതിയിൽ എഫേർട്ട് ഇടുന്ന ഒരാളായിട്ടാണ്, പ്രത്യേകിച്ച് ഇങ്ങനത്തെ സസ്പെൻസ് ത്രില്ലർ അല്ലെങ്കിൽ ഒരു ആക്ഷൻ മൂവിയിലൊക്കെ അത്യാവശ്യം നല്ല എഫേർട്ട് ഇടുന്ന ഒരു ആക്ടറാണ് ടൊവിനോ. അതിലൊന്നും യാതൊരു സംശയമില്ലാത്തൊരു കാര്യമാണ്. അപ്പോൾ നമുക്ക് കാണാം 2025 ബോക്സ് ഓഫീസ് 2025 സ്റ്റാർട്ടിങ് തന്നെ എനിക്ക് തോന്നുന്നു ടൊവിനോയുടെ സിനിമ കൊണ്ടാകും എന്ന് തോന്നുന്നു. എന്തായാലും പ്രതീക്ഷിച്ചു തന്നെ നമുക്ക് ഈ ഒരു വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അണ്ടിൽ ദെൻ